കട്ടവനെതിരെ കേസെടുക്കുന്നില്ല. പകരം കളവ് നടത്തിയത് ചൂണ്ടിക്കാട്ടിയ ആൾക്കെതിരെ കേസെടുക്കാൻ തുടങ്ങിയാൽ അതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതനം തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പറഞ്ഞു വരുന്നത്, അയോധ്യ രാമക്ഷേത്ര ഭണ്ഡാരക്കൊള്ളയിൽ വിശ്വാസികളുടെ ശബ്ദമായി മാറി ഈ രാജ്യത്തിൻ്റെ പ്രതിഷേധമായി പാർലമെൻറ്റിൽ തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്നാൽ അയോധ്യയിൽ കട്ട് തിന്ന പ്രധാന പ്രമുഖരെ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് സ്ഥിരം പല്ലവി പോലെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് വാരണാസി പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്ത് മതവികാരമാണ് ഇവിടെ വ്രണപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല. അമ്പലത്തിൻ്റെ പണം കൊള്ളയടിച്ച് അതുവഴി കോടീശ്വരന്മാരായവർ വ്രണപ്പെടുത്തിയ മതവികാരമൊന്നും ഇവിടെ രാഹുൽ ഗാന്ധി വ്രണപ്പെടുത്തിയിട്ടില്ല എന്നാലോചിക്കണം. ചിക്കൻ കഴിക്കുന്നതും കള്ളങ്ങൾ തുറന്നു കാട്ടുന്നതും മാത്രമാണ് മതവികാരത്തെ ഇല്ലാതാക്കുന്നത് എന്ന് കരുതുന്ന ഈ വിഡ്ഢികൾ ഒന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ പേരിൽ വരുന്ന പണം, കോടിക്കണക്കിന് പണം കട്ടു തിന്നുമ്പോൾ ഉണ്ടാകുന്ന മതനിന്ദയാണ് ഏറ്റവും വലുത് എന്നും ലോകത്തിനു മുന്നിൽ ആ മതം നാണക്കെടുന്നത് എന്നും ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ശബരിമല മോഷണം നടത്തിയത് പിണറായി വിജയൻ്റെ കാലത്താണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായപ്പോഴാണ് പിണറായി വിജയൻ്റെ ഭരണം തകർന്ന് തരിപ്പണമായത്. അതുകൂടാതെ പയ്യന്നൂരിൽ യഥാർത്ഥ കളവ് നടത്തിയത് ആര് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരിടത്ത് തോറ്റു തൊപ്പിയിട്ട് CPM അവിടെ നിന്ന് തിരിഞ്ഞോടേണ്ടി വന്നത്. അത് തന്നെയാണ് BJPയുടെയും സ്ഥിതി എന്ന് ഓർക്കണം. കട്ടവനെതിരെ കേസെടുക്കാതെ പറഞ്ഞവനെതിരെ കേസെടുക്കുന്ന രീതി അത് ആപത്താണ് എന്ന് BJP മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ഭരണത്തിൻ്റെ ഹൂങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ കേസെടുത്തിരിക്കുകയാണ്. അതുപോലെ ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവ് MP-ക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. പാർലമെൻറ്റ് പ്രതിഷേധത്തിൽ പൂർണിയ MP-യായ പപ്പു യാദവിനെതിരെ വാരണാസിയിലെ അഭിഭാഷകൻ പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും പപ്പു യാദവിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കേസെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നത്. ഇന്നലെ നമ്മൾ കണ്ട കാര്യം, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സംഭാവനകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും നടന്നു എന്ന സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റ് മന്ദിരത്തിന് മുന്നിൽ അകത്ത് തികച്ചും നാടകീയമായ രീതിയിലായിരുന്നു പ്രതിപക്ഷ MP-മാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മതത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരികയും ആ മതത്തെ തന്നെ കട്ടുതിന്നുകയും ചെയ്യുന്ന അമ്പലക്കൊള്ളന്മാരെ രാജ്യത്തിന് മുന്നിൽ വലിച്ചിട്ട് തകർക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും സംഘവും ചെയ്തത്. ചന്ദാ ചോരി അഥവാ സംഭാവന കവർച്ച എന്ന പ്രതീകാത്മക നാടകമാണ് അവിടെ അവതരിപ്പിച്ചത്. കാവിയുടുത്ത് പൂജാരിയുടെ വേഷത്തിലാണ് പപ്പു യാദവ് പാർലമെൻറ്റിലേക്ക് എത്തിയത് തന്നെ. ശ്രീരാമൻ്റെ ചിത്രവും മുന്നിലൊരു സംഭാവന ഹുണ്ടികയും വെച്ചിരുന്ന പപ്പു യാദവിന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ MP-മാർ വരികയും ആ ഹുണ്ടികയിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തു. നാടകത്തിൻ്റെ അടുത്ത രംഗത്തിൽ പൂജാരിയായി അഭിനയിച്ച പപ്പു യാദവ് MP ഹുണ്ടികയിലെ പണവും എടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. തട്ടിപ്പ് നടത്തി ഓടാൻ ശ്രമിച്ച പപ്പു യാദവിനെ സമാജ്വാദി പാർട്ടി MP, അതും അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലെ MP-യായ അവധേഷ് പ്രസാദ് കോളറിൽ പിടിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഇയാൾക്ക് തൂക്കുകയർ നൽകണമെന്ന് ആ MP, അയോധ്യയിലെ MP ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ സംഭാവന തട്ടിപ്പിനെ പ്രതിരോധിക്കാനും ജനശ്രദ്ധ അങ്ങോട്ടാകർഷിക്കാനുമാണ് ഈ രംഗം പ്രതിപക്ഷം വളരെ നന്നായി ആവിഷ്കരിച്ചത്. അതൊരു കൊടുങ്കാറ്റ് പോലെ രാജ്യം മുഴുവൻ എന്നല്ല, ഈ ലോകം മുഴുവൻ ആഞ്ഞടിക്കുകയായിരുന്നു. അതോടെ നാണക്കേടിലായ BJP-ക്കാർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ദില്ലിയിൽ നടന്നൊരു സംഭവത്തിന് അങ്ങ് UP-യിലെ വാരണാസിയിൽ നിന്നും കേസ് വരുന്നത്. അത് നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലായതുകൊണ്ട് ശ്രദ്ധ ആകർഷിക്കാനും ഇത് നല്ലതാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയെയും പപ്പു യാദവിനെയും അടക്കം കേസിൽപ്പെടുത്തി അങ്ങ് തീർത്തു കളയാം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു കേസ് കൂടി എടുത്തത്. ഏതായാലും BJP-ക്കാർ നൽകിയത് തന്നെ ഒട്ടേറെ കേസുകളുണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ട് പുള്ളിമാന് ഒരു പുള്ളി കൂടിയാലും കുറഞ്ഞാലും സൗന്ദര്യമൊന്നും കുറയാൻ പോകുന്നില്ല.